Dear students, in today's class, let's study about the company secretary. Who is the company secretary and what are the qualifications should be possessed by a company secretary, what are the functions performed by the company secretary, and what are the duties performed by the company secretary. These are the topics discussed in today's class. Who is a company secretary? കമ്പനിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്. പക്ഷെ കമ്പനിയുടെ മാനേജറിയൽ അഡ്മിനിസ്ട്രേഷനിൽ നേരിട്ട് പങ്കെടുക്കാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് മാനേജ്മെൻറ്റിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തിയും പക്ഷെ കമ്പനിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചറിൽ വരുന്ന അല്ലെങ്കിൽ സെക്രട്ടറിയൽ നേച്ചറിൽ വരുന്ന കമ്പനിയുടെ എല്ലാ റൂൾസുകളും റെഗുലേഷൻസുകളും പാലിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന, ഗൈഡ് ചെയ്യുന്ന ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പൽ ഓഫീസറാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറിയുമായി റിലേറ്റഡ് ആയിട്ട് നമുക്കൊരുപാട് അതിൻ്റെ കമ്പനീസ് ആക്ടിൽ പറയുന്ന റൂൾസുകൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കമ്പനി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ ആ മീറ്റിങ്ങിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ടോപ്പിക്കിൽ ഇത് ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നാൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദി കമ്പനി സെക്രട്ടറി, then functions of company secretary, duties of company secretary and a legal position of a company secretary. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് ഓഫ് കമ്പനി സെക്രട്ടറി, ഈ പറയുന്ന റൂൾസുകളും റെഗുലേഷൻസുകളാണ് നമുക്ക് ഈ ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം എന്താണ് കമ്പനി സെക്രട്ടറിയെ കുറിച്ച് കമ്പനീസ് ആക്ടിൽ പറയുന്നത് എന്നുള്ളത്. Company secretary is the responsible person for the efficient administration of the company, and he is the principal officer responsible for secretarial work and management of the company under the Companies Act. He has to ensure the companies are in compliance with the Companies Act and rules and requirement of the company. ഒരു കമ്പനിയുടെ ഡയറക്റ്റായിട്ടുള്ള മാനേജറിയൽ പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിലും കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ കമ്പനീസ് ആക്ട് അനുസരിച്ചുകൊണ്ടും റൂൾസ് അനുസരിച്ചുകൊണ്ടും നിയമപരമായി സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിക്വയർമെൻറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഫേമിൻ്റെ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻ്റ് ആക്കേണ്ട ഒരു പ്രിൻസിപ്പൽ ഓഫീസറെയാണ് ഇവിടെ കമ്പനി സെക്രട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 1988 കമ്പനി സെക്രട്ടറി ആരാണെന്നുള്ളതാണ് പറയുന്നത്. കമ്പനി സെക്രട്ടറി മീൻസ് he is a person who is the member of the Institute of Company Secretaries of India. അതായത് ICSI എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഇൻ ഇന്ത്യ. അതാണ് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഇൻ ഇന്ത്യ. അതിൽ മെമ്പറായിട്ടുള്ള ഒരു വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി എന്നുള്ളതാണ് 1956 ആക്ടിൽ. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ അമെൻമെൻറ്റിൽ വന്നിട്ടുള്ളതാണ് 1988 കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഈസ് ദി മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനീസ് സെക്രട്ടറീസ് ഇൻ ഇന്ത്യ. അതാണ് അല്ലെങ്കിൽ സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ മെമ്പറായിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് അതർ പേഴ്സൺസ് or other individuals who possess the prescribed qualification. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ മെമ്പറായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം കമ്പനി സെക്രട്ടറി എന്നുള്ളതും അതുപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള അതർ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ആ ക്വാളിഫിക്കേഷൻ പൊസസ് ചെയ്യുന്ന വ്യക്തികൾക്കും ആരായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടാം? കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടാം എന്നതാണ് കമ്പനീസ് ആക്ടിൻ്റെ 1956 1988 ആക്ടിലും പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ 1988 അതുപോലെ തന്നെ 56 പറയുന്നത് കൊണ്ട് കമ്പനിയുടെ നിയമപരമായിട്ടുള്ള എല്ലാ കംപ്ലയൻസുകളും പാലിക്കേണ്ട വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറി ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. അപ്പോൾ അയാൾ ഇൻഡിവിജ്വൽ ആയിരിക്കണം. കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം. എ ഫേം ഓർ കമ്പനി കനോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് എൻ
കമ്പനി സെക്രട്ടറി. ഒരു ഫേമിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ട് പ്രവർത്തിക്കുന്നതിനോ അവർക്കൊന്നും കമ്പനി സെക്രട്ടറി ആകാനായിട്ട് കഴിയില്ല. കമ്പനി സെക്രട്ടറി ആവണമെന്നുണ്ടെങ്കിൽ അയാൾ ആരായിരിക്കണം? ഒരു ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കണം അയാൾ പൊസസ് ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. ആ പ്രൊവിഷൻസുകൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം കമ്പനി സെക്രട്ടറി. അപ്പോൾ ദ സെക്രട്ടറി ഗൈഡ്സ് ആൻഡ് മാനേജ്മെന്റ് ദ ഡേ ടു ഡേ വർക്ക് ഓഫ് ദ കമ്പനി ആൻഡ് മെർക്കൻറ്റൈൽ ലോ ആൻഡ് ടാക്സേഷൻ and accounting and the holding of the company and resolution and drafting of reports etc. Company secretary എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he has to guide the management of the day to day of the companies of mercantile law, accounting, then taxation, reporting of the meeting and drafting of the reports and resolution etc. കമ്പനിയുടെ ഡയറക്റ്റായിട്ട് മാനേജറിയൽ പവർ അല്ല എന്നുണ്ടെങ്കിലും മാനേജ്മെന്റിനെ എഫിഷ്യൻ്റ് ആക്കേണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻ്റ് ആക്കേണ്ട റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറിക്ക് ഡയറക്റ്റ് മാനേജ്മെന്റ് അഫയേഴ്സിൽ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ അഡ്വൈസ് ചെയ്യേണ്ടതും വേണ്ട രീതിയിൽ കമ്പനിയുടെ ലീഗൽ റിക്വയർമെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പകർന്നു നൽകേണ്ടതും അവരെ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി ആർക്ക് തന്നെയാണ്? കമ്പനി സെക്രട്ടറിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കാം, എന്താണ് കമ്പനി സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ ഈ ആക്ടിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ ഓഫ് ദി കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ പറയുന്നിടത്ത് കമ്പനീസിന്റെ റൂളാണ് പറയുന്നത്. കമ്പനി സെക്രട്ടറിയുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്ന ഒരു റൂള് കമ്പനീസ് റൂളിൽ പറയുന്നുണ്ട്. ആ റൂളാണ് 1988 റൂള്. കമ്പനി റൂൾ 1988 അതിൽ പറയുന്നത് എങ്ങനെയാണ് കമ്പനിയുടെ സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. അതായത് കമ്പനി എന്ന് പറയുമ്പോൾ അതിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി 2 crore or more, there should be a whole-time secretary and he is the member of the Institute of Company Secretaries of India. ഒരു കമ്പനി, അതായത് ഈ റൂളിൽ പറയുന്നത്, ഈ 98 റൂളിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു കമ്പനി, ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 കോടി രൂപയേക്കാൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോൾ ടൈം സെക്രട്ടറി ഉണ്ടായിരിക്കണം. ഫുൾ ടൈം ആയിട്ടും ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു സെക്രട്ടറി അവിടെ ഉണ്ടായിരിക്കണം. ആ സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എവിടെ മെമ്പർ ആയിരിക്കണം? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തി തന്നെ ആയിരിക്കണം കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ റൂള് ഈ 1988 പറയുന്നത്. ഇനി കമ്പനികൾ 2 crore rupeesനേക്കാൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 2 കോടി രൂപയേക്കാൾ ലെസ് ദാൻ ആയിട്ടുള്ള കമ്പനികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ക്വാളിഫിക്കേഷൻ അല്ല പറയുന്നത്. ഇനി പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കമ്പനി സെക്രട്ടറി, അങ്ങനെ ക്വാളിഫിക്കേഷൻ പൊസസ് ചെയ്യുന്ന വ്യക്തികളെ കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് കമ്പനീസ് ഹാവിംഗ് paid up capital of less than 2 crores, the secretary must possess one of the following conditions or qualifications. Number 1, a degree in law granted by any university. ലോയിൽ ഡിഗ്രി എടുത്തിട്ടുള്ള ഒരു വ്യക്തി, അയാൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ലോയിൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും അയാൾ 2 കോടി രൂപയേക്കാൾ താഴെ വരുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനികളിൽ കമ്പനി സെക്രട്ടറി ആയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. അയാൾ അപ്പോയിന്റ് ചെയ്യുന്നത് കൊണ്ട് അത് ക്വാളിഫിക്കേഷൻ, അത് സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് എ ഡിഗ്രി ഇൻ ലോ granted by any university. Next എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് ഇൻ ICAI, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ICAIയിലും ICWAIയിലും വർക്കല്ല മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും എന്താവാം?
കമ്പനി സെക്രട്ടറി ആവാം. ഇനി അടുത്തത് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, അതായത് MBA മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള ആളുകൾ, അത് ഗ്രാൻഡ് ചെയ്യുന്ന എനി യൂണിവേഴ്സിറ്റി ഓർ IIMലോ ഏതെങ്കിലും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾ, അത് ഡിപ്ലോമ ആകാം, അത് മാനേജ്മെന്റിൽ ഡിപ്ലോമ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള വ്യക്തികൾക്ക് ആരാവാം? കമ്പനി സെക്രട്ടറി ആവാം. അനദർ വൺ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓഫ് കൊമേഴ്സ് ഗ്രാൻഡഡ് ബൈ എനി യൂണിവേഴ്സിറ്റി, MCom ഡിഗ്രി ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ആളുകൾക്കും കമ്പനി സെക്രട്ടറി ആവാം. 2 കോടി രൂപയേക്കാൾ താഴെയുള്ള കമ്പനികളിലാണ് 2 crores റുപ്പീസിനേക്കാൾ കുറവുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനികളിൽ ഈ MCom ഡിഗ്രി ഉള്ള ആളുകൾക്കും ഇത് ചെയ്യാം, കമ്പനി സെക്രട്ടറി ആവാം. അനദർ വൺ എ ഡിപ്ലോമ ഇൻ കമ്പനി ലോ ഗ്രാൻഡഡ് ബൈ ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാൻഡ് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ കമ്പനി ലോ. Then next, membership of Association of Secretaries and Administrators of the Kolkata. Last one, a postgraduate diploma in Company Secretary. CS-ൽ ഡിപ്ലോമ ഉള്ള വ്യക്തികൾക്കും എന്താവാം? സെക്രട്ടറി ആവാം, കമ്പനി സെക്രട്ടറി ആവാം. ഇതെല്ലാം പറയുന്ന ക്വാളിഫിക്കേഷൻസുകൾ 2 crores റുപ്പീസിനേക്കാൾ കുറവുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനികളിലാണ് ഈ ക്വാളിഫിക്കേഷൻ അലൗഡ് ഉള്ളൂ. മറ്റുള്ള കമ്പനികളിൽ ഹോൾ ടൈം ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അവരാരായിരിക്കണം? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിലെ മെമ്പറായിട്ടുള്ള ഒരു വ്യക്തികളാണ് അവിടെ കമ്പനിയുടെ സെക്രട്ടറി ആവേണ്ടത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ എല്ലാം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസുകളാണ്. ഇതൊക്കെ കൂടാതെ അയാൾക്കുണ്ടായിരിക്കുന്ന മറ്റു ക്വാളിഫിക്കേഷൻസുകളാണ് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദി പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ദ കമ്പനി സെക്രട്ടറി ഷുഡ് പോസസ് ദി ഫോളോയിങ് അതർ ക്വാളിഫിക്കേഷൻ. നമ്പർ 1, നോളജ് ഇൻ കമ്പനി ലോ. കമ്പനി ലോയിൽ ദെൻ നോളജ് ഇൻ മെർക്കൻറ്റൈൽ ലോ, നോളജ് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, നോളജ് ഇൻ ഇക്കണോമിക്സ് ആൻഡ് ജനറൽ നോളജ്. ഇതൊക്കെയുള്ള വ്യക്തികളും ആയിരിക്കണം. പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാത്രമല്ല, ടാക്സേഷൻ, അക്കൗണ്ടിങ്, ഇക്കണോമിക്സ്, മെർക്കൻറ്റൈൽ ലോ, കമ്പനി ലോ, ഇതിലെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല നോളജബിൾ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം ആര്? കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. കാരണം നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഏതൊരു പ്രോബ്ലത്തിനും സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ കമ്പനിയുടെ ഒരു മിനിസ്റ്റീരിയൽ നേച്ചറിൽ വരുന്ന, സെക്രട്ടേറിയൽ നേച്ചറിൽ വരുന്ന, അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചറിൽ വരുന്ന എല്ലാ ഡ്യൂട്ടീസുകൾക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാളുടെ ക്വാളിഫിക്കേഷന് പുറമെ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് പുറമെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നോളജ് ഓഫ് ദി ടാക്സേഷൻ, അക്കൗണ്ടിങ്, മെർക്കൻറ്റൈൽ ലോ, കമ്പനി ലോ ആൻഡ് ഇക്കണോമിക്സ്, ഹി ഷുഡ് possess these qualification to become a company secretary. Then next പറയുന്നത് അപ്പോയിൻമെന്റ് ഓഫ് കമ്പനി സെക്രട്ടറി ആണ് പറയുന്നത്. അപ്പോയിൻമെന്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 203 അപ്പോയിൻമെന്റ്. കമ്പനീസ് ആക്ടിന്റെ ന്യൂ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 203 കമ്പനീസ് സെക്രട്ടറിയുടെ അപ്പോയിൻമെന്റിനെ കുറിച്ച്, റെമ്യൂണറേഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസുകൾ, പ്രൊവിഷൻസുകൾ പറയുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടുത്തെ അപ്പോയിൻമെന്റ് ഓഫ് കമ്പനി സെക്രട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കമ്പനികളും ഈ സെക്ഷൻ പ്രകാരം എവറി കമ്പനി ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ക്ലാസ് ഓഫ് ദി കമ്പനീസ് ഷുഡ് ഹാവ് ദ ഫോളോയിങ് മാനേജറിയൽ പേഴ്സൺ. ഈ സെക്ഷൻ പ്രകാരം ഇനി പറയുന്ന മാനേജറിയൽ പേഴ്സൺസുകൾ എല്ലാ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിലും, അല്ല ലിസ്റ്റഡ് അല്ല, ക്ലാസ് ഓഫ് കമ്പനികളിൽ ഈ സെക്ഷനിൽ പറയുന്ന ചില ക്ലാസ് ഓഫ് കമ്പനീസുകളുണ്ട്. ആ കമ്പനികളുടെ മാനേജറിയൽ പേഴ്സൺസ് ആരായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് മാനേജിങ് ഡയറക്ടറാണ്, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, അല്ലെങ്കിൽ മാനേജറാണ്. ഇവരുടെ ആബ്സെൻസിൽ ആർക്കാവാം? ഒരു ഹോൾ ടൈം ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യാം. എല്ലാ കമ്പനികളിലും സെക്ഷൻ 203 സ്പെസിഫൈ ചെയ്തിട്ടുള്ള ക്ലാസ് ഓഫ് കമ്പനീസുകളിലെല്ലാം ഈ പറയുന്ന മാനേജറിയൽ പേഴ്സൺ ഉണ്ടായിരിക്കണം.
നമ്പർ 1 ആരാണ്? മാനേജിംഗ് ഡയറക്ടർ ഓർ മാനേജർ ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇവരുടെ ആബ്സെൻസിൽ ഒരു ഹോൾ ടൈം ഡയറക്ടറെങ്കിലും അവിടെ എന്തായിരിക്കണം? ഉണ്ടായിരിക്കണം. നമ്പർ 2 പറയുന്നത് കമ്പനി സെക്രട്ടറി. നമ്പർ 3 പറയുന്നത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, CFO. ഇത്രയും വ്യക്തികളാണ് ഒരു കമ്പനികളിൽ ഉണ്ടായിരിക്കേണ്ടത്, മാനേജറൽ പേഴ്സണലായിട്ട് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത്. ഹോൾ ടൈം കീ മാനേജറൽ പേഴ്സൺ ആണ്. ഫുൾ ടൈമായിട്ടും അവർ മാനേജറൽ പേഴ്സണായിട്ട് അവിടെ വർക്കൗട്ട് ചെയ്തിരിക്കണം. അതായത് പല കമ്പനികളിൽ മാനേജർമാരായിട്ട് വർക്ക് ചെയ്യാന്നുള്ള ഫുൾ ടൈമായിട്ട് അവിടെ ഉണ്ടായിരിക്കേണ്ട മാനേജറൽ പേഴ്സൺസിൻ്റെ ലിസ്റ്റാണ് ഈ പറഞ്ഞത്. ആരൊക്കെ ആയിരിക്കണം? MD ഓർ മാനേജർ ഓർ CEO. അവരുടെ ആബ്സെൻസിൽ ഒരു ഹോൾ ടൈം ഡയറക്ടർ. ആൻഡ് നമ്പർ 2 കമ്പനി സെക്രട്ടറി. ആൻഡ് നമ്പർ 3 CFO. പിന്നെ കമ്പനി സെക്രട്ടറിയുടെ അപ്പോയിൻമെന്റിനെ കുറിച്ച് പറയുന്നത് ബോർഡ് മീറ്റിംഗിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു കമ്പനി സെക്രട്ടറിയെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് അപ്പോയിൻമെന്റ് ആൻഡ് റെമ്യൂണറേഷൻ ഈസ് ഓൾസോ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി റെസൊല്യൂഷൻ. ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോൾ അപ്പോയിൻമെന്റിനെ കുറിച്ച് മാത്രമല്ല, ആളുടെ റെമ്യൂണറേഷൻ, എന്തെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ ഫുൾഫിൽ ചെയ്യണം, ഇതെല്ലാം എവിടെ പറയുന്നുണ്ട്? ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്തുകൊണ്ട് റെസൊല്യൂഷൻ പാസ്സാക്കുന്നിടത്ത് പറയുന്നുണ്ടായിരിക്കും. അത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 203 പറയുന്നത്. അത് മാത്രമല്ല, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ഹോൾ ടൈം കമ്പനി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അയാൾക്ക് മറ്റ് കമ്പനികളിൽ ഇതേ സമയം വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. കമ്പനി സെക്രട്ടറി ആയിട്ട് ഒരേ സമയം മറ്റുള്ള കമ്പനികളിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസിൽ വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഇനി കമ്പനിയുടെ സബ്സിഡിയറി കമ്പനികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ചില കമ്പനികൾ, ഹോൾഡിംഗ് കമ്പനികൾ കൺട്രോൾ ചെയ്യുന്ന ചില സബ്സിഡിയറി കമ്പനീസുകൾ ഉണ്ടാവാം. അവിടെ ഒഴികെ മറ്റുള്ള കമ്പനികളിൽ ഒരേ സമയം എന്ത് ചെയ്യാൻ പാടില്ല? കമ്പനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഇനി കമ്പനി ഹോൾ ടൈം കമ്പനി സെക്രട്ടറിയുടെ പൊസിഷൻ വേക്കൻസി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ റിമൂവൽ ചെയ്തു അല്ലെങ്കിൽ റിസൈൻ ചെയ്തു. അങ്ങനെ വരുന്ന കേസുകളിൽ ആ വേക്കൻസി ഇയാൾ ഇവിടെ നിന്നും വെക്കേറ്റ് ചെയ്ത ആ ഡേറ്റ് മുതൽ വിതിൻ 6 monthsനകം കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്തുകൊണ്ട് ആ വേക്കൻസി ഫിൽ ചെയ്തിരിക്കണം. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് അത്രയും കമ്പൽസറി ആണ്. ഒരു ഹോൾ ടൈം സെക്രട്ടറിയുടെ വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് കമ്പനിയുടെ ബോർഡ് എത്രയും പെട്ടെന്ന്, അതായത് വേക്കൻ്റ് ആയ ഡേറ്റ് മുതൽ വിതിൻ 6 monthsനകം എന്ത് ചെയ്തിരിക്കണം? പുതിയ സെക്രട്ടറിയെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇതാണ് സെക്ഷൻ 203 പറയുന്ന റൂളുകൾ. റൂൾ പ്രകാരം കമ്പനി സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ബോർഡാണ്. അപ്പോൾ ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്തുകൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസുകളെല്ലാം പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണം അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ തന്നെ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. എന്തെല്ലാം പ്രൊസീജിയറുകൾ ആണ് അപ്പോയിൻമെന്റ് ഓഫ് സെക്രട്ടറി എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറിയിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതിന് സ്റ്റെപ്സുകൾ പറയുന്നത്, ഫസ്റ്റ് വൺ, അറേഞ്ച് ഫോർ ബോർഡ് മീറ്റിംഗ് ആൻഡ് ഗിവിംഗ് പ്രോപ്പർ നോട്ടീസ് ടു ഹോൾ ഡയറക്ടേഴ്സ്. ആദ്യമായിട്ട് ചെയ്യണം, ഇയാളിനെ അപ്പോയിൻമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കമ്പനി സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്യണം. അപ്പോൾ ബോർഡ് മീറ്റിങ്ങിൽ കൺവീൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിക്വസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യണം? നോട്ടീസ് നൽകിയിരിക്കണം. അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സിനും എന്ത് നൽകണം? നോട്ടീസ് നൽകിയിരിക്കണം. നമ്പർ 2, പാസ് നെസസറി റെസൊല്യൂഷൻ അപ്പോയിന്റിംഗ് എ പേഴ്സൺ ആസ് കമ്പനി സെക്രട്ടറി. അപ്പോൾ ബോർഡ് മീറ്റിംഗ് എല്ലാ ഡയറക്ടേഴ്സും പങ്കെടുക്കുമ്പോൾ അതിനൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ആ പാസ്സാക്കുന്ന റെസൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻമെന്റ് ഓഫ് ദി കമ്പനി സെക്രട്ടറിയാണ്. അപ്പോൾ കമ്പനി സെക്രട്ടറിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, റെമ്യൂണറേഷൻ ഇതെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടായിരിക്കണം ആ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത്. Third step is that obtain a consent from the persons who is to be appointed as company secretary. അപ്പോൾ അപ്പോയിൻമെന്റ് ചെയ്യാനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കി ഇനി ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും റിട്ടേൺ ആയിട്ടുള്ള കൺസെന്റ് ലഭിച്ചിരിക്കണം.
Another one, inform the stock exchange with which the company's share is listed. എവിടെയാണോ കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇയാളിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ അവിടെ അറിയിച്ചിരിക്കണം, ഇൻഫോം ചെയ്തിരിക്കണം. കാരണം കമ്പനിയുടെ ലീഗൽ റിക്വയർമെൻറ്റ്, ഇഷ്യൂ ഓഫ് ഷെയർസുമായിട്ട് ലീഗൽ റിക്വയർമെൻറ്റ്സുകളെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ട ആളാണ് കമ്പനി സെക്രട്ടറി എന്നുള്ളത് കൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ടും സെബിയുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻസുകൾ ഇതൊക്കെ ചെയ്യേണ്ട വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി. അതുകൊണ്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ചെയ്യണം, ഇൻഫോം ചെയ്തിരിക്കണം. അനദർ വൺ, ഫയൽ ദ റെലവൻറ്റ് ഫോം വിത്ത് ദ കൺസേൺഡ് രജിസ്ട്രാർ. ഇപ്പോൾ കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് സെക്രട്ടറീസുകളിൽ അതിൽ അയാളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് അത് രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫയലിംഗ് ചെയ്യാനുണ്ട്, ഒരു ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫീ നൽകിക്കൊണ്ട് ആ ഒരു ഫയലിംഗ് ചെയ്തിരിക്കണം. അതാണ് പറയുന്നത് 5th പോയിന്റ്, ഫയൽ ദ റെലവൻറ്റ് ഫോം with the concerned registrar of companies within 30 days from the date of appointment. അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അത് കമ്പനിയുടെ രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്തിരിക്കണം. അതിൽ കമ്പനിയുടെ രജിസ്ട്രാർ ഓഫ് സെക്രട്ടറിയിൽ അയാളുടെ പേര് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഈ ഫോം ഫില്ല് ചെയ്യണം. അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഫീസ് അടക്കണം. അതാണ് 6th, പേ ദ റിക്വിസിറ്റ് ഫോർ ദി ഫീ ഫോർ ദി സെയിം. ലാസ്റ്റ് വൺ, മേക്ക് നെസസറി എൻട്രീസ് ഇൻ ദ രജിസ്റ്റർ ഓഫ് സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയിൽ അവിടെ രജിസ്റ്ററിൽ അതിൻ്റെ പേര് നൽകിയിരിക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ പറയുന്നത്. അതായത് അപ്പോയിൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്ത് അതിനോടൊപ്പം നെസസറി ആയിട്ടുള്ള റെസൊല്യൂഷൻസുകൾ പാസ്സാക്കി ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണോ അയാളിൽ നിന്നും ഒരു കൺസെൻറ്റ് ലെറ്റർ വാങ്ങി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇൻഫോം ചെയ്തുകൊണ്ടും കമ്പനി രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്തുകൊണ്ടുമാണ് കമ്പനി സെക്രട്ടറിയെ ലീഗലി ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു എന്നുള്ളത് ഡിക്ലെയർ ചെയ്യേണ്ടത്. ദിസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ദി അപ്പോയിൻമെന്റ് ഓഫ് ദി കമ്പനി സെക്രട്ടറി. Then we have to discuss about the topic functions of the company secretary. What are the functions performed by the company secretary as a managerial or administrative or secretarial person? നമുക്കറിയാം കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു പ്രിൻസിപ്പൽ ഓഫീസറാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് കമ്പനി എഫിഷ്യൻ്റ് ആകുന്ന പ്രിൻസിപ്പൽ ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം ഫങ്ഷൻസുകൾ അയാൾ ചെയ്തിരിക്കണം എന്ന് പറയുന്നതിന് പ്രത്യേകം റൂളുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ ഒരു റൂൾ പറയുന്നതാണ് സെക്ഷൻ 205 കമ്പനീസ് ആക്ടിൽ പറയുന്നതാണ്. സെക്ഷൻ 205 ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നത്. സെക്രട്ടറിയുടെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്ന പ്രൊവിഷൻസുകളാണ് സെക്ഷൻ 205. അപ്പോൾ ന്യൂ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 205 പറയുന്ന ഫങ്ഷൻസുകൾ, കമ്പനി സെക്രട്ടറി ഹാസ് ടു റിപ്പോർട്ട് ടു ദ ബോർഡ് about the compliance with the company's provisions of the Act, rules made under and the other laws applicable to the company. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഗൈഡ് ചെയ്യേണ്ടതും സൂപ്പർവൈസ് ചെയ്യേണ്ടതും കമ്പനിയുടെ ലോയെ കുറിച്ച് അതർ ലോയെ കുറിച്ചൊക്കെ അറിയിക്കേണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, റിപ്പോർട്ടിംഗ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി. അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അയാൾ ഉറപ്പ് വരുത്തണം. കാരണം കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇഷ്ടമുള്ള പോലെ തീരുമാനങ്ങൾ എടുക്കാനോ കമ്പനി വർക്ക് ചെയ്യാനോ പാടില്ല, മാനേജ് ചെയ്യാനോ പാടില്ല. അത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിയമങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട വ്യക്തിയാണ് ആര്? കമ്പനി സെക്രട്ടറി. അതുകൊണ്ടാണ് കമ്പനി സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ he should have the perfect knowledge about the company law, mercantile law, then taxation, other accounting laws, income tax act, ഇതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ കമ്പനിയുടെ മാനേജ്മെന്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന് ഇതിനെക്കുറിച്ചുള്ള ഫുൾ പെർഫെക്റ്റ് നോളജ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇയാളൊരു മിനിസ്റ്റീരിയൽ നേച്ചറിൽ, അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചറിൽ വർക്ക് ചെയ്യേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഫുൾ ഇൻഫർമേഷൻ ആ റിപ്പോർട്ട് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസുകൾ ഡയറക്റ്റ് ചെയ്ത് ഡയറക്ടേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യേണ്ടതും ഗൈഡ് ചെയ്യേണ്ടതും ആരാണ്? കമ്പനി സെക്രട്ടറിയാണ്. നമ്പർ 2, he has to ensure the company complies with the applicable സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്. കമ്പനിയുടെ
ഇപ്പോഴത്തെ പ്രവർത്തനം സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനീസ് സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ചില റൂൾസുകളാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സുകളാണ്, അല്ലെങ്കിൽ പ്രൊവിഷൻസുകളാണ് ഈ പറയുന്ന സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൺസെൻറ്റ് ചെയ്തിട്ടുള്ള, അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, അത് കമ്പനി സെക്രട്ടറീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, 1980 ആക്ട് ആണ്. അത് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ICSI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അവർ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റാൻഡേർഡുകളാണ് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊണ്ട് തന്നെയാണ് കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. കാരണം ആ സ്റ്റാൻഡേർഡിൽ കമ്പനി സെക്രട്ടറിയുടെ റൂൾസ്, ക്വാളിഫിക്കേഷൻ, അയാളുടെ ഡ്യൂട്ടീസുകൾ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം അതും നിയമവിരുദ്ധമായി പ്രവർത്തിക്കാനായിട്ട് ആർക്ക് പവറില്ല, കമ്പനി സെക്രട്ടറിക്ക് പവറില്ല. അപ്പം അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. കമ്പനി സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ആരെന്നെയാണ്, സെക്രട്ടറി തന്നെയാണ്. ലാസ്റ്റ് വൺ, ടു ഡിസ്ചാർജ് സച്ച് അതർ ഡ്യൂട്ടീസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഒരുപാട് ഡ്യൂട്ടീസുകൾ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഡ്യൂട്ടീസുകളും അതർ ഡ്യൂട്ടീസുകളും ഒക്കെ ആർക്കുണ്ട്, കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ്, പബ്ലിക്, ഇവരോടൊക്കെ കമ്പനി സെക്രട്ടറി എന്ന നിലയിൽ അയാൾക്ക് ഒരുപാട് ഡ്യൂട്ടീസുകളുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും കമ്പനി സെക്രട്ടറി തന്നെ ആയിരിക്കണം. അപ്പോൾ അയാളുടെ ഫങ്ഷൻസുകളാണ് സെക്ഷൻ 205 പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസുകളെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഇത് കമ്പനി സെക്രട്ടറിക്കാണ്. അപ്പോൾ കമ്പനി സെക്രട്ടറി സെക്ഷൻ 204 പ്രകാരം കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 204 പറയുന്നത് ഒരു റിപ്പോർട്ട് കമ്പനി സെക്രട്ടറി എന്ത് ചെയ്തിരിക്കണം, പ്രിപ്പയർ ചെയ്തിരിക്കണം. അതായത് കമ്പനിയുടെ സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഓഡിറ്റ് റിപ്പോർട്ട് എപ്പോഴും ഓരോ ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളതിൻ്റെയും ഇവാലുവേഷൻ ആയിരിക്കും. അപ്പോൾ സെക്രട്ടറിയുടെ ഫങ്ഷൻസുകൾ, ഡ്യൂട്ടീസുകൾ പെർഫോം ചെയ്തതിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തുന്നതാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 204 പ്രകാരം കമ്പനീസ് ആക്ടിൽ ഓരോ കമ്പനികളും, അതായത് ഈ സെക്ഷൻ 204 പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ചില കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് ഡയറക്ടേഴ്സിന്റെ റിപ്പോർട്ടിനോട് കൂടെ എന്ത് ചെയ്തിരിക്കണം, അത് കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കണം ആ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെക്ഷൻ 205 ഫങ്ഷൻസ് പറയുന്നത്. സെക്ഷൻ 204 പറയുന്നത് അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് മാത്രമായിട്ട് സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയും അത് ഡയറക്ടേഴ്സിന്റെ റിപ്പോർട്ടിനോട് കൂടെ അതെന്ത് ചെയ്യണം, എൻക്ലോസ് ചെയ്യുകയും ചെയ്തിരിക്കണം. ആ ഒരു നിയമമാണ് സെക്ഷൻ 204 പറയുന്നത്. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഡയറക്ടേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ കമ്പനീസുകൾ നിയമപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് മുതൽ കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസുകൾ അയാൾ കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തലാണ് അയാളുടെ ഫങ്ഷൻസുകൾ എന്ന് പറയുന്നത്. അതാണ് 3 പോയിന്റ് സെക്ഷൻ 205 പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ലീഗൽ പൊസിഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറി. ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ അയാളുടെ ലീഗൽ പൊസിഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഹി ഹാസ് ആക്ട് ആസ് എ സെർവന്റ് ഓഫ് ദി കമ്പനി. നമ്പർ 1 എന്ന് പറയുന്നത് സെർവന്റ് ഓഫ് ദി കമ്പനിയാണ്. ഇത് സെർവന്റ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ മാനേജറിയൽ പേഴ്സൺ അല്ല, പക്ഷെ കമ്പനിയെ മാനേജ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് ആര്, ഈ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ ഇൻസ്ട്രക്ഷൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ഇൻസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് കമ്പനി സെക്രട്ടറി ആണ്. The directors are working according to the compliance of the Companies Act
ദെൻ മെർക്കൻറ്റൈൽ ലോ, ബിസിനസ് ലോ എന്നുള്ളത്. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടർമാർ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസുകളും ഈ പറയുന്ന ലോകൾക്ക് വിധേയമായിട്ടായിരിക്കണം. പക്ഷേ ഇൻസ്ട്രക്ഷൻസുകൾ അതേ പ്രകാരം പ്രവർത്തിക്കുക എന്നുള്ളതാണ് കമ്പനി സെക്രട്ടറിയുടെ ജോലി. സോ ഹി ഈസ് ആക്ട് ആസ് എ സെർവൻറ്റ് ഓഫ് ദി കമ്പനി. നമ്പർ 2, ഹി ഈസ് ആൻ ഓഫീസർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ചീഫ് ഓഫീസറാണ്. കാരണം ഇയാളാണ് ഒരു മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള നേച്ചറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വർക്കുകളാണ് ആര് ചെയ്യുന്നത്, കമ്പനി സെക്രട്ടറി ചെയ്യുന്നത്. അതുകൊണ്ട് ചീഫ് ഓഫീസറാണ്. അപ്പോൾ ചീഫ് ഓഫീസറുടെ ഡ്യൂട്ടി എന്തായിരിക്കും? ആൻഡ് ഗൈഡ് ആൻഡ് സൂപ്പർവൈസ് ദ മാനേജീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. കമ്പനിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ്, സൂപ്പർവിഷൻ ചെയ്യേണ്ട ഡ്യൂട്ടിയും ആർക്കുണ്ട്? കമ്പനി സെക്രട്ടറിക്കുണ്ട്. അതാണ് ഹീ ഷുഡ് ആക്ട് ആസ് എൻ ഓഫീസർ ഓഫ് ദി കമ്പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ, ഹീ ഈസ് എൻ ഏജന്റ് ഓഫ് ദി കമ്പനി. ഏജന്റ് എന്ന് പറയുമ്പോൾ ഇയാളിനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് എന്ന് പറഞ്ഞു അല്ലേ. Company secretary is appointed for and responsible person for the administrative officer. അപ്പോൾ കമ്പനികൾക്ക് വേണ്ടി, കമ്പനിക്ക് പകരം കമ്പനികളുടെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്, ഒരു ഏജന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി. ഇപ്പോൾ ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള കമ്പനിയുടെ കോൺട്രാക്ട്, എഗ്രിമെന്റ്, അതുകളെല്ലാം ഒപ്പുവെക്കുന്നത് ആ ലീഗൽ റിക്വയർമെന്റ്സ് അനുസരിച്ച് കൊണ്ട് ആക്ട് ചെയ്യേണ്ടതൊക്കെ കമ്പനിക്ക് കഴിയില്ല. പക്ഷെ കമ്പനിയുടെ നിയമപരിധിക്കുള്ളിൽ പ്രവർത്തിക്കേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയതുകൊണ്ട് കമ്പനി സെക്രട്ടറി ആക്ട് ആസ് എൻ ഏജന്റ്. ഇപ്പൊ 3 പൊസിഷൻസുകളാണ് പറയുന്നത്. ഈ ആക്ട് ആസ് എൻ സെർവന്റ് എന്ന് പറയാൻ കാരണം ഡയറക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസുകൾക്ക് അനുസരിച്ച് കൊണ്ട് എക്സർസൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്പർ 2 എന്ന് പറയുന്നത് ഹീസ് എൻ ഓഫീസറാണ്. ഓഫീസർ എന്ന് പറയുമ്പോൾ ചീഫ് ഓഫീസറായിട്ടാണ് അയാളിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം കമ്പനിയുടെ മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള ഡ്യൂട്ടി, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡ്യൂട്ടീസുകളൊക്കെ ചെയ്യേണ്ട വ്യക്തി ആയതുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ അത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യണം, ഗൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയതുകൊണ്ട് അയാൾ കമ്പനിക്ക് വേണ്ടി ഔട്ട്സൈഡേഴ്സുമായിട്ട് പബ്ലിക്കുമായിട്ടുള്ള ഒരു റിലേഷനുണ്ട്, കമ്മ്യൂണിക്കേഷനുണ്ട്. കമ്പനികൾക്ക് വേണ്ടി അഗ്രിമെന്റുകളിലും കോൺട്രാക്റ്റുകളിലും എൻട്രി ചെയ്യാം. അതുകൊണ്ട് ഇയാളിനെ ഒരു കമ്പനിയുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടെ പറയുന്നുണ്ട്. ഇതാണ് 3 പൊസിഷൻസുകൾ. The last topic in this session, duties of the company. കമ്പനിയുടെ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കമ്പനി ഇത്രയും പോയിന്റ്സുകളൊക്കെ പറഞ്ഞപ്പോൾ അയാളുടെ നേച്ചർ അല്ലെങ്കിൽ ലീഗൽ പൊസിഷൻ, അതുപോലെ കമ്പനി ഫങ്ഷൻസുകൾ, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരുപാട് ഡ്യൂട്ടീസുകൾ, റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്ന ഒരു വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഡ്യൂട്ടീസുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഡ്യൂട്ടീസുകൾ കമ്പനിക്കനുസരിച്ച് കൊണ്ട് കമ്പനിയുടെ നേച്ചർ, കമ്പനിയുടെ സൈസ്, കമ്പനി സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ള പവർ, കമ്പനി സെക്രട്ടറി പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസുകൾ ഇതിനനുസരിച്ച് കൊണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ കമ്പനികളിലും ഒരേപോലുള്ള ഡ്യൂട്ടീസുകളല്ല. കമ്പനിയുടെ സൈസ് കമ്പനി ടു കമ്പനി ആയിട്ട് ഡിഫറെൻ്റ് ആണ്. നേച്ചർ, സൈസ്, അതൊക്കെ അനുസരിച്ച് കൊണ്ട് ഈ പറയുന്ന ഡ്യൂട്ടീസുകളിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ കോമൺ ആയിട്ടും വരുന്ന കമ്പനി ഡ്യൂട്ടീസുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി, ദെൻ ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ഡയറക്ടേഴ്സ് ആൻഡ് ഡ്യൂട്ടി ഇൻ റിലേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്, ഡ്യൂട്ടി ഇൻ റിലേഷൻ ടു ഓർഗനൈസേഷൻ ആൻഡ് ഓഫീസ്, ഡ്യൂട്ടി ഇൻ റിലേഷൻ ടു ദി പബ്ലിക് ആൻഡ് ഡ്യൂട്ടീസ് ബിഫോർ ഇൻകോർപ്പറേഷൻ ആൻഡ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. ഇത്രയാണ് ഡ്യൂട്ടീസുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി വളരെ വൈഡായിട്ട് തന്നെ കമ്പനീസ് ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ആ ഡ്യൂട്ടി കമ്പനീസ് ആക്ടിൽ പറയുന്നതായിരിക്കും. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ബൈ ലോ ആണ്, ബൈ സ്റ്റാറ്റ്യൂട്ടാണ്, നിയമാനുസൃതം ഉള്ളതാണ്. അപ്പോൾ കമ്പനീസ് ആക്ടിൽ പറയുന്ന ആളുടെ ഡ്യൂട്ടികളാണ് ഫസ്റ്റ് വൺ പറയുന്നത്. നമ്പർ 1, മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഓഫ് ദി കമ്പനി. He has the main duty to maintain and keep the registers of the company. Number 2, filing the necessary returns with the registrar.
കമ്പനികളുടെ കാര്യങ്ങൾ ഫയലിംഗ് ചെയ്യേണ്ടത്, റിപ്പോർട്ട്സുകൾ, ഡോക്യുമെന്റ്സുകൾ, ഇതെല്ലാം രജിസ്ട്രാർക്ക് ഫയലിംഗ് ചെയ്യേണ്ട ഡ്യൂട്ടി it is kept in the company secretary, and supervising the issue, allotment, transfer and forfeiture of the shares and debentures. Another one, attending the meeting and proceeding the meetings, recording the proceedings, and allowing the inspection of books and documents whenever required. അതായത് ചില കേസുകളിൽ മെമ്പേഴ്സിന് മറ്റുള്ള ഡയറക്ടേഴ്സിനൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ, രജിസ്റ്റേഴ്സുകൾ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്പെക്ഷനെ അനുവദിക്കേണ്ട ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ കമ്പനി സെക്രട്ടറിയാണ്. അനന്തർ വൺ, സേഫ് കസ്റ്റഡി ഓഫ് ദി കമ്പനി സീൽ. കമ്പനിയുടെ സീല് എന്ന് പറഞ്ഞാൽ കമ്പനി ഒരു ലീഗൽ പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ട് കമ്പനിക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരു ഏജന്റ് എന്ന നിലയിൽ, ചീഫ് ഓഫീസർ എന്ന നിലയിൽ അതിൻ്റെ സീല് സൂക്ഷിച്ചു വെക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. കൂടാതെ കമ്പനീസുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന വേരിയസ് ആയിട്ടുള്ള ചില റൂളുകൾ, പ്രൊവിഷൻസുകളാണ് കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് GST, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, ഇൻഡസ്ട്രിയൽ ലോ, സ്റ്റാമ്പ് ആക്ട്, ഇതെല്ലാം കംപ്ലൈ ചെയ്യുക. അത് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കണം കമ്പനി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിക്ക് പുറമെ അയാൾക്ക് ഡയറക്ടേഴ്സിനോടുള്ള ഡ്യൂട്ടിയാണ് പറയുന്നത്. ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ഡയറക്ടേഴ്സ്. ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ മായുള്ള ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഡയറക്ടേഴ്സിന് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കറസ്പോണ്ടൻസ് ചെയ്യണം, റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത് അയാളുടെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കൺവീൻ ചെയ്യണം, ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സുകൾ, ആ പ്രൊസീഡിങ്സുകൾ റെക്കോർഡിങ് ചെയ്യണം, അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ എടുത്തിട്ടുള്ള ഓർഡേഴ്സുകൾ, ആ റെസൊല്യൂഷൻസുകൾ എക്സിക്യൂട്ടിങ് ചെയ്യണം, മിനിറ്റ്സ് ബുക്ക് തയ്യാറാക്കണം. ഇതെല്ലാം കമ്പനിയുടെ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസുകളാണ്. അതായത് കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ കമ്പനീസിൻ്റെ വേരിയസ് ആക്ടുകൾ, പ്രൊവിഷൻസുകൾ ഇതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും അയാൾക്ക് ഒരുപാട് ഡ്യൂട്ടീസുകളുണ്ട്. കമ്പനീസ് ഡയറക്ടേഴ്സിനെ അഡ്വൈസ് ചെയ്യേണ്ടതും കമ്പനീസ് ഡയറക്ടേഴ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി കോർഡിനേറ്റ് ചെയ്യേണ്ടതും, ബോർഡ് മീറ്റിംഗ് വിളിച്ചു ചേർക്കുക, മിനിറ്റ്സ് ബുക്ക് തയ്യാറാക്കുക, അവർ നൽകിയ ഓർഡേഴ്സുകൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഡ്യൂട്ടി എല്ലാം കമ്പനി സെക്രട്ടറിക്ക് തന്നെയാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനും ഡ്യൂട്ടി ഉണ്ട്. അതായത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വ്യക്തി ഷെയർ ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കമ്മ്യൂണിക്കേറ്റർ, മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യേണ്ട ആളാണ് ആര്? കമ്പനി സെക്രട്ടറി. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുകയും അതേസമയം ഷെയർ ഹോൾഡേഴ്സിന്റെ ആവശ്യങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് ഷെയർസുകളുടെ ആപ്ലിക്കേഷൻ, അതിന് അലോട്ട്മെന്റ്, കോൾ ഓൺ ഷെയർസ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്, ഇതെല്ലാം അതാത് സമയങ്ങളിൽ ക്രമീകരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അതുകൊണ്ട് കമ്പനി സെക്രട്ടറിക്ക് ഷെയർ ഹോൾഡേഴ്സിനോടും ഒരുപാട് ഡ്യൂട്ടീസുകളാണ് കമ്പനീസ് ആക്ടിൽ പറയുന്നത്. അനദർ വൺ പറയുന്നത് ഡ്യൂട്ടീസ് ഇൻ ടുവാർഡ്സ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഓഫീസ്. കമ്പനിയോട് തന്നെ അല്ലെങ്കിൽ കമ്പനിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, ഓഫീസിനോട് അയാൾക്കുള്ള ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ ചീഫ് ഓഫീസറാണ് കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പൊസിഷൻ ഒരു ചീഫ് ഓഫീസറാണ്. അപ്പോൾ കമ്പനിയുടെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, അവരുടെ ഫങ്ഷൻസുകളെ സൂപ്പർവൈസ് ചെയ്യേണ്ടത്, ഗൈഡ് ചെയ്യേണ്ട ഡ്യൂട്ടികളെല്ലാം ആർക്ക് തന്നെയാണ്? കമ്പനി സെക്രട്ടറിക്ക് തന്നെയാണ്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവർ പ്രിപ്പയർ ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകൾ, റെക്കോർഡ്സുകൾ, ബുക്സുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, കമ്പനിയുമായി ബന്ധപ്പെട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക, പബ്ലിക് ഇഷ്യൂ, അങ്ങനെയുള്ള ഒരുപാട് ലീഗലായിട്ടുള്ള റിക്വയർമെൻറ്റുകളൊക്കെ ആവശ്യമായി വരും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സുകളെല്ലാം പ്രിപ്പയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ നൽകേണ്ട വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പല ഡിപ്പാർട്ട്മെന്റുകളും ഓഫീസുകളുമായിട്ടും അയാൾക്ക് സൂപ്പർവൈസ് ചെയ്യണം, അവരുടെ ആക്ടിവിറ്റീസുകളെ കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ. അനദർ വൺ ഡ്യൂട്ടി ഇൻ റിലേഷൻ ടു പബ്ലിക്. പബ്ലിക്കുമായിട്ടുള്ള ഒരു റിലേഷൻ,
ആർക്കാണ്? കമ്പനി സെക്രട്ടറിക്ക് തന്നെ ആയിരിക്കും. അതായത് പബ്ലിക്കുമായിട്ട് ഒരു ഡയറക്റ്റ് റിലേഷൻ മാനേജ്മെന്റിന് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻസുകളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ, റെസൊല്യൂഷൻസുകൾ, അതൊക്കെ നേരിട്ടിട്ട് കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് കമ്പനിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് ശരിയായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വ്യക്തി ആരായിരിക്കും? കമ്പനി സെക്രട്ടറിയാണ്. അതായത് ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, ബാങ്കേഴ്സ് ആവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാവാം, അങ്ങനെ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് ആവാം. ഇവരോടൊക്കെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ സത്യസന്ധമായി അറിയിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? കമ്പനി സെക്രട്ടറിക്കുണ്ട്. അപ്പോൾ അതേസമയം കമ്പനിയുടെ കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരു മാറ്റേഴ്സും പബ്ലിക്കിനോട് എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഡിസ്ക്ലോസ് ചെയ്യാനും പാടില്ല. അങ്ങനെ വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്, അതേസമയം കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കീപ്പ് ചെയ്യേണ്ട വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അനദർ വൺ പറയുന്നത് ഡ്യൂട്ടീസ് ബിഫോർ ഇൻകോർപ്പറേഷൻ. കമ്പനിയുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒരുപാട് ഡ്യൂട്ടി കമ്പനി സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ട്. അതായത് കമ്പനി സെക്രട്ടറി ചെയ്യേണ്ടത് പ്രിലിമിനറി പ്രൊമോട്ടേഴ്സ് മീറ്റിങ്ങിന് വിളിച്ചു ചേർക്കണം. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഇൻകോർപ്പറേറ്റിന് മുമ്പായിട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസുകളും കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ആ പ്രൊമോട്ടേഴ്സിൻ്റെ മീറ്റിംഗ് കൺവീൻ ചെയ്യണം. പ്രൊമോട്ടേഴ്സിനോട് കമ്പനിയുടെ റൂൾസുകൾ, റെഗുലേഷൻസുകൾ, കമ്പനീസ് ആക്ടുമായിട്ട് വരുന്ന നിയമങ്ങളെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അതുമാത്രമല്ല കമ്പനിയുടെ ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡോക്യുമെൻസുകൾ, രജിസ്ട്രേഷന് വേണ്ടി വരുന്ന ഡോക്യുമെൻസുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ നൽകേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. അപ്പോൾ കമ്പനി സെക്രട്ടറി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് പ്രൊമോട്ടേഴ്സിന് വേണ്ട അസിസ്റ്റൻസ് നൽകിക്കൊണ്ടിരിക്കണം. അതേസമയം രജിസ്ട്രേഷന് വേണ്ട അറേഞ്ച്മെന്റ്സുകൾ ചെയ്യുകയും വേണം. അനദർ വൺ പറയുന്നത് ഡ്യൂട്ടീസ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. ഇപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്നുള്ളതാണ്. കമ്പനി സെക്രട്ടറി ഇങ്ങനെയുള്ളൊരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആദ്യ മീറ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് നടത്തേണ്ടത്, അല്ലേ? വിതിൻ 6 months ചെയ്തിരിക്കണം. അത് റൂളാണ്. അപ്പം അതിന് വേണ്ട നടപടി സ്വീകരിക്കേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. അപ്പോൾ തന്നെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ഓഫ് ഷെയർസുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റേഷൻ, അതുപോലെ തന്നെ കമ്പനി പബ്ലിക് ആയിട്ടുള്ള കമ്പനികളാണെങ്കിൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രം കമ്പനി വർക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പം അതിനോടൊപ്പം കിട്ടേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ്സുകൾ എന്താണോ അതിൻ്റെ പ്രൊസീഡിങ്സുകൾ അത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്സുകൾ ഇതെല്ലാം എടുക്കേണ്ടത് കമ്പനി സെക്രട്ടറി തന്നെയാണ്. അപ്പോൾ രജിസ്ട്രേഷന് ശേഷവും ആൾക്ക് ഡ്യൂട്ടീസുകളുണ്ട്. ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്യണം, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യണം, റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഷെയർസുമായിട്ടുള്ള റിഗാർഡിങ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, കൂടാതെ കമ്പനി വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമൻസ്മെന്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ്, ഇതിനു വേണ്ടിയുള്ള എല്ലാ സ്റ്റെപ്സുകളും ചെയ്യേണ്ടത്, ആക്ടിവിറ്റീസുകളൊക്കെ റൺ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. ഇത്രയാണ് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടീസുകളിൽ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഉണ്ട്, ഡ്യൂട്ടീസ് ഇൻ ടുവാർഡ്സ് ദി ഷെയർ ഹോൾഡേഴ്സ്, ഡ്യൂട്ടീസ് ടുവാർഡ്സ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഡ്യൂട്ടീസ് ടുവാർഡ്സ് ദി പബ്ലിക് ആൻഡ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ദ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് കമ്പനി സെക്രട്ടറി എന്നുള്ളതും
അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ, അപ്പോയിൻമെന്റ്, പ്രൊസീജിയർ ഫോർ ദി അപ്പോയിൻമെന്റ് ഓഫ് കമ്പനി സെക്രട്ടറി, what are the functions of the company secretary and legal position of the company secretary, then duties of the company secretary. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കമ്പനി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ എൻഡിങ് ടോപ്പിക്കാണ് കമ്പനി സെക്രട്ടറി എന്നുള്ളത്. നമ്മൾ ഈ ചാപ്റ്റർ ഇതോടുകൂടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.